ജോർജിയ മെലോനി ഇറ്റലിയുടെ പ്രധാനമന്ത്രിയാണ്. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ഇന്നലെ വാഷിങ്ടൺ DC-യിൽ ഒരു യോഗത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗം കോൺഫെഡറേഷൻ ഓഫ് പൊളിറ്റിക്കൽ ആക്ഷൻ കൗൺസിൽ അതിൻ്റെ യോഗത്തിൽ പങ്കെടുത്ത് നടത്തിയ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. നമ്മുടെ പ്രധാനമന്ത്രി മോദിയെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കളിൽ ഒരാളായി അവതരിപ്പിച്ചുകൊണ്ടാണ് ജോർജിയ സംസാരിച്ചത്. ഡൊണാൾഡ് ട്രംപ്, മോദി, അർജൻറ്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലോയ്, ഇവർ 3 പേരും പിന്നെ മിലോനിയും ഞങ്ങളെടുക്കുന്ന നിലപാടുകൾ ലോകത്ത് പുതിയ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഞങ്ങളെ ആക്ഷേപിക്കാനാണ് ശ്രമിക്കുന്നത്. 90കളിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റണും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറും അവരുടെ ഇടതുപക്ഷ നിലപാടുകൾ എടുത്തപ്പോൾ ലോകത്തെ ഇടതുപക്ഷ ജിഹാദി ഹാൻഡിലുകൾ അവരെ സ്റ്റേറ്റ്സ്മെൻ എന്ന് വിളിച്ച് കൊണ്ടാടി. പക്ഷെ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, ജനങ്ങളുടെ ക്ഷേമം, ഞങ്ങളുടെ വിശ്വാസങ്ങൾ, ഞങ്ങളുടെ പൈതൃകം, ഞങ്ങളുടെ സംസ്കാരം ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടി യാഥാസ്ഥിതികമായ കൺസർവേറ്റീവായ നിലപാടുകൾ എടുക്കുന്നു എന്ന പേരിൽ ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ ശത്രുക്കളാണെന്ന് ഇവർ പറയുന്നു എന്നാണ് മെലോനി വിളിച്ചു പറഞ്ഞത്. എനിക്ക് അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇത് ലോകത്തെ നയിക്കുന്ന ഏറ്റവും പുതിയ ആശയത്തിൻ്റെ വക്താക്കൾ 4 പേരാണ്. ഒന്ന് മെലോനി, പിന്നെ ട്രംപ്, മോദി, ജാവിയർ മിലോയ് അങ്ങനെ വായിക്കാൻ തോന്നുന്നു, ഉച്ചാരണം അങ്ങനെയെങ്കിലും ആട്ടെ. അപ്പോൾ ഇങ്ങനെ 4 നേതാക്കന്മാർ. അർജന്റീനയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമുണ്ട്. അർജന്റീന ഈ പറയുന്ന പോലെ കേരളത്തിൽ പോലും അർജന്റീന പന്ത് കളിക്ക് ജയിക്കുമ്പോൾ ഇവിടെ ആഘോഷം, കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ ആഘോഷമാണ്. അർജന്റീനിയൻ കളിക്കാർ വരുമ്പോഴത്തേക്ക് അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ള ധാരണയിലാണ്. പക്ഷേ അർജന്റീന ഇപ്പോൾ ഭരിക്കുന്നത് തീവ്ര വലതുപക്ഷ കക്ഷിയാണ്. അപ്പോൾ വലതുപക്ഷ നിലപാടുകളുള്ള സംസ്കാരത്തെയും പൈതൃകത്തെയും ജനങ്ങളുടെ ക്ഷേമത്തെയും രാജ്യത്തിൻ്റെ അതിർത്തികളെയും മാനിക്കുന്ന നേതാക്കന്മാർ ലോകത്ത് 4 പേർ അജയ്യരായി നിൽക്കുമ്പോൾ ലോകമെമ്പാടും അവർക്കെതിരെ ഇടതുപക്ഷക്കാർ അവർക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. അവരിതിനെ അവമതിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മെലോനി പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ കമ്മികൾ കേരളത്തിൽ മാത്രമല്ല ആഗോളമായി എവിടെയും പ്രത്യേകിച്ച് ഇറ്റലിയിലും ഒക്കെ ഒരേപോലെയാണ് പെരുമാറുന്നത് എന്നാണ് മെലോണിയുടെ പ്രസംഗം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഞങ്ങൾ ദേശീയവാദികളാണ്, സനാതനികളാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അതിർത്തി സുരക്ഷയെപ്പറ്റിയും ജനാധിപത്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ ട്രംപും ഞാനും മോദിയും ഹവിയർ മിലിയൊക്കെ ഇത് പറയുമ്പോൾ ഞങ്ങളെ ജനാധിപത്യ വിരുദ്ധരാണെന്ന് ഇടതുപക്ഷം പറയുന്നു. അത് ഇടതുപക്ഷത്തിൻ്റെ ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജനങ്ങൾ തള്ളിക്കളയുന്നല്ല, നിങ്ങൾ ഇങ്ങനെ ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കും. അതെ, ഞങ്ങൾക്ക് വോട്ട് ചെയ്യും. കാരണം ഇവരെ ഗൗരവത്തിൽ ഇടതുപക്ഷത്തിന് ഗൗരവമായിട്ട് ജനം ഇപ്പോൾ എടുക്കുന്നില്ല. എടുത്തു. അങ്ങനെ നിങ്ങൾ ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ജനങ്ങൾ ഞങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടേയിരിക്കുന്നു. അതിന് കാരണമായിട്ട് മെലോനി പറയുകയാണ്, ഞങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അതിർത്തികൾ സംരക്ഷിക്കുന്നു, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കുന്നു, പൗരന്മാരെയും വ്യാപാരവും സംരക്ഷിക്കുന്നു, കുടുംബങ്ങളെയും ജീവനെയും പ്രതിരോധിക്കുന്നു. അതിൽ കുടുംബത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അവർ വേറെ പറയുന്നു, ഞങ്ങൾ വോക്കിസത്തിനെതിരെ പോരാടുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മതത്തിൽ വിശ്വാസത്തിന്റെ കൂടെ വിശുദ്ധമായ വിശ്വാസങ്ങളെ രക്ഷിക്കുന്നു. പിന്നെ കോമൺ സെൻസ് അത് ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്കില്ലാത്തൊരു സാധനം ഞങ്ങൾക്കുണ്ട്. വിശുദ്ധമായ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്നു, സ്വതന്ത്രമായ സംസ്കാരത്തെ സംരക്ഷിക്കുന്നു. ഞങ്ങൾ നിലകൊള്ളുന്നത് കോമൺ സെൻസിന്, സാമാന്യ ബുദ്ധി അനുസരിച്ചാണ്. വി സ്റ്റാൻഡ് ഫോർ കോമൺ സെൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഇടതുപക്ഷത്തിന് ഇല്ല, കോമൺ സെൻസ് എന്നുള്ളത്. ട്രംപ് ഉണ്ടായിരുന്നെങ്കിൽ 4 വർഷം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ ഈ ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. അവിടെ ഈ മറ്റേ താലിബാൻ തിരിച്ചു വരില്ലായിരുന്നു. 2021 അഷ്റഫ് ഘാനിയുടെ സർക്കാർ വീഴില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആഗോളമായിട്ട് ദുരന്തത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് ഇടതുപക്ഷം, ഈ ക്ലിൻ്റൺ തുടങ്ങിയ ആളുകൾ എന്നൊക്കെ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ രാഹുൽ ഗാന്ധി ഈ പറഞ്ഞ പോലെ മോദിയുടെ രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രം എന്ന് പറഞ്ഞാൽ സനാതനധർമ്മം, ഇതാണല്ലോ ഇതിൻ്റെ അകത്ത് കൺസർവേറ്റിസം എന്നുള്ള ഇംഗ്ലീഷിന് നമുക്ക് പറയാവുന്നത്. യാഥാസ്ഥിതികത്വം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് കാണുന്നത് സനാതനികൾ, ഞങ്ങൾ സനാതനികളാണെന്നാണ്
ഈ മെലോണി പറഞ്ഞത്. ഞങ്ങൾ സനാതനികളാവുന്നത് ഇടതുപക്ഷത്തിന് ഇഷ്ടപ്പെടുന്നില്ല. അത് ഇവിടെയും ഈ പറഞ്ഞ പോലെ കുംഭമേളക്കെതിരെ എത്രമാത്രം ഇടതുപക്ഷം പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? മറ്റേ ഒരു ഫുട്ബോൾ കളിക്കാരനെ ഓഫീസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്രം പിരിച്ചുവിട്ടിരുന്നു, വിനീത് എന്ന് പറഞ്ഞിട്ട്. കേന്ദ്രം പിരിച്ചുവിട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ജോലി കൊടുത്തു. അയാൾ AGS ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ ഹാജരാകാഞ്ഞിട്ടാണ്, എല്ലാ ദിവസവും ഫുട്ബോൾ കളിയൊന്നുമില്ലല്ലോ, പക്ഷെ ഓഫീസിൽ ചെല്ലില്ല, പിരിച്ചുവിട്ടു. അപ്പോൾ ഇവിടെ ജോലി കൊടുത്തു, ഓഫീസ് അസിസ്റ്റൻ്റായിട്ട് സെക്രട്ടേറിയറ്റിൽ. അതിൻ്റെ നന്ദിയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മുഴുവൻ മലവെള്ളമാണ് പ്രയാഗ്രാജിൽ എന്നൊക്കെ അല്ല, അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ കുംഭമേളയിൽ ഭക്തി മാത്രമേ ഉള്ളൂ, ആകെ കുളിക്കാൻ മാത്രമേ സൗകര്യമുള്ളൂ. ഇയാൾ പിന്നെ എന്തിനാ വീഗാലാൻഡിൽ പോയതാണ് അവിടെ? അല്ല, ഇയാൾ മാർക്സിസ്റ്റ് ആണെങ്കിൽ എന്തിനാണെന്ന് പ്രയാഗ്രാജിൽ പോകുന്നത്? അത് മാത്രമല്ല സാർ, അയാളുടെ വിനീതിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ 2 ആഴ്ച മുമ്പിട്ടിരിക്കുന്ന പോസ്റ്റുകൾ മുഴുവൻ കുംഭമേളയുടെ ചിത്രങ്ങളാണ്. നെഗറ്റീവല്ല. അപ്പോൾ വളരെ പെട്ടെന്ന് ഈ പറഞ്ഞ മാതൃഭൂമി ഈ പറഞ്ഞ പരിപാടിക്ക് വിളിച്ചപ്പോൾ അയാൾ ഉടനെ കാറ്റെറിഞ്ഞ് തൂറ്റുക എന്ന് പറഞ്ഞതുപോലെ കാറ്റിനൊത്ത് അങ്ങ് പാടിയതാണ്. മാത്രമല്ല, ഞാൻ ആലോചിക്കുന്നു, ഇയാളെപ്പോലെ ജോലി കൊടുത്തിട്ട് സ്വന്തം ജോലി പോലും ഉത്തരവാദിത്തോടെ ചെയ്യാൻ കഴിയാത്ത ഒരു മരയോളെ വിളിച്ചിട്ട് മാതൃഭൂമി എന്തിനാണ് ഒരു സാംസ്കാരിക ഉത്സവത്തിൽ സംസാരിപ്പിക്കുന്നത്? ഒരു കാര്യമില്ല. വിജയൻ ഫുട്ബോൾ കളിക്കാരനാണെങ്കിൽ IM വിജയനെ വിളിച്ചപ്പോൾ, അതെ, IM വിജയനെ മനോരമ മറ്റേ സുരേഷ് ഗോപി ന്യൂസ് മേക്കർ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോൾ സുരേഷ് ഏട്ടൻ എന്ന് പറഞ്ഞ ആദരവോട് കൂടിയിട്ടാണ് വിജയൻ എല്ലാവരെ പറ്റിയും സംസാരിക്കുന്നത്. മാന്യമായി പെരുമാറാൻ അറിയാവുന്ന ഒരാളാണ്. ഇയാളെ സംബന്ധിച്ച് മാതൃഭൂമി പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളെ വിളിക്കാം, നിങ്ങൾക്കൊരു വേദിയൊക്കെ തരാം, നിങ്ങൾ വന്നിട്ട് ആ കുംഭമേള 4 ഫള്ള് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ചിത്രസേനോ മറ്റോ പറഞ്ഞ ഒരാൾ പിണറായി വിജയനെ പറ്റി സ്തുതിഗീതം എഴുതിയിട്ട് അതാ ഹണി എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ഓഫീസർ നേതാവായിട്ടുള്ള സംഘടന അവതരിപ്പിച്ചിരുന്നല്ലോ. അത് കേട്ടുകൊണ്ട് തന്നെ പിണറായി വിജയൻ, അപ്പോൾ അയാൾ പാട്ട് എഴുതിയതിന് കാരണം പറഞ്ഞത് എനിക്ക് ജോലി എന്ന് പിണറായി വിജയനാണ്, പിന്നെ എനിക്ക് ഇത്രയല്ലേ ചെയ്യാൻ പറ്റൂ, ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. കൃതജ്ഞതാ നിർഭരമായ വഴികളാണ്, അത് ഉപകാരസ്മരണ. അതാണ് ഈ ഇയാളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത്തരം ആളുകൾ അവിടെ പോകേണ്ട കാര്യമില്ലല്ലോ. അത്തരം ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഈ സനാതന ധർമ്മം അത് ഞങ്ങൾ പാലിക്കുന്നു എന്നാണ് മെലോണി പറഞ്ഞിരിക്കുന്നത്. അതായത് ദേശീയത. അതെ, ദേശീയത പറഞ്ഞു, ദേശീയവാദികളാണ് ഞങ്ങളെന്ന് പറഞ്ഞു. ആത്യന്തികമായി ഞങ്ങളുടെ ചോയ്സ് സിമ്പിൾ ആണെങ്കിലും പോരാട്ടം കടുത്തതാണ്. ശരിയാണ്, ഞങ്ങളുടെ ചോയ്സ് സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആകാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ മണ്ണിൻ്റെ മക്കളാണ്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ചോയ്സ് ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. പക്ഷേ അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുള്ളതുകൊണ്ട് ഞങ്ങൾ നിരന്തരം അതിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കും. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്, മെലോണി പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കുന്നത് സന്തോഷം, ഹാപ്പിനെസ് വേണം. ഹാപ്പിനെസ് ഡിപ്പെൻഡ്സ് ഫ്രീഡം. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലേ സന്തോഷം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ സ്വാതന്ത്ര്യം വേണമെങ്കിൽ ധീരന്മാരായിരിക്കണം. അതായിരിക്കണം. ധീരതയുള്ളവർക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. അതെ, അത് പറഞ്ഞിട്ടുണ്ട്. അവർ സംസാരിക്കുന്ന സ്ഥലമാണ് മുസോളിനിയുടെ സ്ഥലം, ഫാഷിസം ഉണ്ടായ സ്ഥലമാണ്. ഇപ്പോൾ മറ്റേ ഫാഷിസം എന്ന് പറഞ്ഞ് പല ആളുകളെയും ഫാഷിസ്റ്റുകളിൽ നിന്ന് വിളിക്കണ്ട എന്ന് മെലോണി എതിർത്ത ഇടതുപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ പാർട്ടിയിൽ മറ്റേ മുസോളിനിയുടെ കൊച്ചുമകൾ ഉണ്ടായിരുന്നു. അവിടെ മേയറോ എന്തൊക്കെ ആയിട്ടുണ്ടായിരുന്നു റോമില്. അവര് മെലോണി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ രാജിവെച്ച് പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ മെലോണി വേണ്ടത്ര ഫാസിസ്റ്റ് ആവുന്നില്ല, ഫാസിസം പോരാ എന്നുള്ളതാണ് മെലോണി. ചില ആളുകൾ മോദിയുടെ ഫാസിസം പോരാന്ന് പറയുന്നുണ്ട്. അതെ, മെലോണി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ശരി ഞാൻ ഫാസിസ്റ്റാണ്, പക്ഷെ എനിക്ക് കോമൺ സെൻസ് ഉണ്ട്, ഞാൻ സ്വാതന്ത്ര്യവാദിയാണ്, ഞാൻ ദേശീയവാദിയാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഫാഷിസ്റ്റാണ് ഞാനെങ്കിൽ നിങ്ങൾക്കെന്ത്? ജനങ്ങൾ ഞങ്ങൾക്ക് അതുകൊണ്ടാണ് നിങ്ങൾ എത്ര ചെളിവാരി എറിഞ്ഞാലും ജനങ്ങൾ ഞങ്ങളെ വീണ്ടും വീണ്ടും തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കും. ട്രംപിനെ വീണ്ടും തെരഞ്ഞെടുത്തു, മോദിയെ 3ാം വട്ടം തെരഞ്ഞെടുത്തു, മെലോണിയുടെയും ഊഴം വരുന്നു. ഇടതുപക്ഷത്തിനെ ലോകം പലതവണ തള്ളിക്കളയുകയും ചെയ്തു. ഇടതുപക്ഷം അപ്രസക്തമായി തീർന്നു കഴിഞ്ഞു. ലോകം ഒട്ടാകെ ഒരു സ്ഥലത്തും അതില്ല. അതിൻ്റെ അവസാനത്തെ തുരുത്താണ് ഈ കേരളം. ഈ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ. പക്ഷേ ഞാൻ വ്യക്തിപരമായി സന്തോഷിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറഞ്ഞാൽ, ഞാൻ അതാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, ഒരു നാഷണലിസ്റ്റ് എന്ന നിലയിൽ, ലോകത്തെ മറ്റൊരു പ്രധാനമന്ത്രി, ഒരു വലിയ രാജ്യം ഇറ്റലി പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറയുന്നു, ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന നേതാക്കന്മാരിൽ
ഇന്ന് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഏറ്റവും ദിശാബോധമുള്ള നേതാക്കന്മാരിൽ ഒരാൾ ട്രംപാണ്, മറ്റൊരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുമ്പോൾ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ എനിക്ക് വലിയ അഭിമാനം ഉണ്ടാകുന്നു. അതെന്താണെന്ന് വെച്ചാൽ മോദിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിൽ അവ്യക്തതയില്ല. 1. 2, കാഴ്ചപ്പാട്, പ്രത്യയശാസ്ത്രം, അതിലും അവ്യക്തതയില്ല. ദേശീയവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. കൊളോണിയൽ വിഴുപ്പുകൾ മുഴുവൻ മാറ്റിവെക്കുക എന്നുള്ളതാണ്. കൊളോണിയൽ വിഴുപ്പാണ് സെക്കുലറിസം, അതും ആവശ്യമില്ല. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.